ചിലരെ പ്രവാചകന്മാരായിട്ടും ചിലരെ ഉപദേഷ്ടാക്കന്മാരായിട്ടും അവൻ ചിലരെ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പൊ ഇത്രയും അനുഗ്രഹങ്ങൾ ദൈവം സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സഭയ്ക്ക് കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് അതിന്റെ 12ാമത്തെ വാക്യം വായിക്കുന്നത്. ആ 12ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് നാം എല്ലാവരും എന്നുള്ള ഒരു പ്രത്യേക പദപ്രയോഗം നമുക്കിവിടെ കാണാൻ ഇടയായിത്തീരുന്നുണ്ട്. അത് ഏത്? കർത്താവ് ചിലരെ, അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഉപദേഷ്ടാക്കന്മാര്, പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ഇടയന്മാരും ടീച്ചേഴ്സ് ഉപദേഷ്ടാക്കാരുമായി തന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്തിന്? അപ്പൊ ഇവരുടെ മിനിസ്ട്രി ഉണ്ട്, സഭയിൽ ഇവരുടെ മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിയുടെ ഉദ്ദേശമാണ് 12ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. അത് നാം എല്ലാവരും, അത് നാം എല്ലാവരും. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? വിശ്വാസത്തിലും പിന്നെ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. അത് നാം എല്ലാവരും, അത് നാം എല്ലാവരും. നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നതുകൊണ്ട് അതിന്റെ ആ വെയിറ്റ് നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും. അച്ഛാ ഒന്നുകൂടെ വായിച്ചു. നമ്മൾ പെട്ടെന്ന് പോയാൽ നമുക്ക് അതിന്റെ ആ പ്രധാന ഭാഗം നമുക്ക് വിട്ടുപോകും. അത് നാം എല്ലാവരും വിശ്വാസത്തിലും. പിന്നെ രണ്ടാമത്തത് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. കണ്ട, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. പിന്നെ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ വാക്യം വായിക്കുന്ന അതിനകത്ത് നമുക്ക് അതിനെ പെട്ടെന്ന് അതിന് പിടുത്തം കിട്ടുന്നില്ല. കാരണം അതിനകത്ത് എല്ലാം ഉണ്ടെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ദഹിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ഈ മലയാളത്തിന്റെ ഭാഷയുടെ കാരണം ഇത് ഗ്രീക്കിലാണ് എഴുതിയെന്ന് ഓർക്കണം, ഗ്രീക്കിൽ നിന്ന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നെന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ശരി ഇമ്പാക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത് നാം എല്ലാവരും അത് നാം എല്ലാവരും. ഞാൻ ആ വാക്ക് ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ അതിനൊക്കെ തല്പം കൂടെ നമുക്ക്. അത് നാം എല്ലാവരും ഫോർ ദ എക്വിപ്പിംഗ് ഓഫ് ദ സെയിൻസ് ഓഫ് ദ വർക്ക് ഓഫ് ദ മിനിസ്ട്രി, ഫോർ ദ എഡിഫൈങ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, till we all come to the unity of faith and of the knowledge of the Son of God, to a perfect man, to the measurement of the measure of the stature of the fullness of Christ. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശയത്തിനകത്തുന്ന ഒരു വ്യത്യസ്തത നമുക്ക് മലയാളത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അതിനകത്ത് എല്ലാം പറയാനല്ല, ഒരു കാര്യം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്പസമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. പിന്നെ അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മനുഷ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ഇംഗ്ലീഷിലാണ് ഒന്നും കൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. And of the knowledge of the Son of God, to a perfect man, to the measure of the stature of the fullness of Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ പക്വതയിലേക്ക്, ആ പരിധിയിലേക്ക്, ആ സ്റ്റേജിലേക്ക്, ആ മെഷർമെന്റിലേക്ക് വളർന്നു വരിക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം അവിടെ പലപ്പോഴും നമ്മുടെ വായനയിൽ മിസ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയിൽ മിസ് ചെയ്തു പോകുന്നു എന്ന് നമുക്ക് പലപ്പോഴും ഞാൻ സംശയിക്കുകയാണ്. അപ്പോൾ ഈ വിലപ്പെട്ട
അനുഗ്രഹങ്ങൾ ദൈവം തന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതിന്റെ പിറകിലെ ഉദ്ദേശമാണ് അത് നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും അവന്റെ പ്രായത്തിന്റെ സമ്പൂർണമായ അളവ് പ്രാപിക്കുവോളം, അല്ലെങ്കിൽ ഈ ഇതേ ആശയം തന്നെ വേറെ പല ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിന്റെ തലയോളം നാം എല്ലാ കാര്യത്തിലും നിറഞ്ഞു വരേണ്ടതിന്, വളർന്നു വരേണ്ടതിന്, നമ്മളെ എഡിഫൈ ചെയ്യേണ്ടതിന്, നമ്മളെ എക്വിപ്പ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ, നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദാനങ്ങളാണ് ഇവർ, അപ്പോസ്തലന്മാര്. അപ്പോൾ നമുക്ക് അപ്പോസ്തലന്മാരുടെ കയ്യിൽ ശുശ്രൂഷയുടെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ പ്രവാചകന്മാരുടെ ശുശ്രൂഷ നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത് നമ്മൾ വായിക്കുമ്പോൾ ഉപദേഷ്ടാക്കന്മാരായുടെ ആവശ്യമുണ്ട്. പിന്നെ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ശുശ്രൂഷ, ഇവരെല്ലാവരുടെയും ശുശ്രൂഷയ്ക്കകത്ത് നമ്മൾ കടന്നു പോകണം. അല്ലെങ്കിൽ ഇവർക്കെല്ലാവർക്കും നമ്മുടെ ജീവിതവുമായി ഇമ്പാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാവരും കൂടെ ചെയ്തു വന്നാലും ആ ശുശ്രൂഷയുടെ അന്തം എന്തെന്ന് ചോദിച്ചാൽ അത് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മളെ വളർത്തിയെടുത്ത്, അവന്റെ തലയോളം വളർത്തിയെടുത്ത്, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ അവന്റെ ആ പക്വതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വളർത്തിയെടുക്കേണ്ടതിന് വേണ്ടി ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദാനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്ന് അല്പസമയം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ, അല്ലെങ്കിൽ നാം എല്ലാവരും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ നമ്മൾ എവിടെയാക്കിയിരിക്കുന്നു? ആ അവസ്ഥയിൽ നിന്ന് ഒരു വളർച്ചയിലേക്ക്, ഓരോ ദിവസവും നമ്മൾ ആദ്യമേ ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, എഫേസ്യരിലും എബ്രായ ലേഖനത്തിനകത്തും പൗലോസിനെ കുറിച്ച് പറയുകയാണ്, കാലം നോക്കിയാൽ നിങ്ങൾക്ക് ഉപദേഷ്ടാക്കന്മാരാകാനുള്ള പ്രായം കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് എന്തല്ല, കട്ടിയുള്ള ആഹാരമല്ല നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് ഇപ്പോഴും പാലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഗ്രഹിക്കുന്നത്, അതിൻ്റെ ബാല്യപാഠങ്ങളിൽ പിന്നെയും നമ്മൾ ഒതുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അത് വിട്ടതിന് ശേഷം കട്ടിയുള്ള ആഹാരം കഴിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് പൗലോസ് അതിനെ കുറിച്ച് പറയുന്ന വേറൊരു ഭാഗമുണ്ട്, ഞങ്ങളുടെ പുറമേയുള്ളതായ ഈ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിനകത്ത് ശിശുത്വത്തിന്റെ ഒരു കാലഘട്ടം വിട്ടതിന് ശേഷം അത് നമ്മുടെ അക്ഷരികമായി ഈ ലോകത്തിൽ കാണുന്ന വളർച്ചയുടെ ഒരു മുഖാന്തരം പോലെ തന്നെ ശിശുത്വം വിട്ടു, കാലയിൽ ഇഴഞ്ഞു നടക്കുന്ന ഒരു പരുവം വിട്ടു, അത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു പരുവത്തിലേക്ക് വരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഓടുന്ന അനുഭവത്തിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് നിൽക്കുകയല്ല. ഇതൊരു വളർച്ചയാണ്. ഈ വളർച്ച നമുക്ക് എപ്പോഴായത് ഉണ്ടായെന്ന് നമുക്ക് ഒന്ന് പറയാൻ ഒക്കുവോ? ഇല്ല. ഇത് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഗ്രാജുവലായി ഇതിങ്ങനെ വളർന്ന് ഈ വളർച്ച എവിടം വരെ ആയിത്തീരും? ഈ വളർച്ച നിന്നെ സൃഷ്ടിച്ചാക്കിയ നിന്റെ അപ്പന്റെ സ്വരൂപത്തോട് അനുബന്ധിച്ച നിലയിൽ കൂടെ നീ അങ്ങ് വളരുകയാണ്. ബാലിശത്തിൽ മാത്രം ഇരിക്കുകയല്ലോ, ഇങ്ങനെ വളർന്നു വരണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വളർച്ചയുടെ പ്രോസസ്സിനകത്ത് നമ്മൾ ആയിരിക്കുകയാണ്. ഈ വളർച്ച ആരംഭിക്കുന്നത് ഒരു ശിശുത്വത്തിലൂടെയാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനിച്ചിരിക്കുന്നു. പൗലോസ് ഭാഗത്ത് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ നിങ്ങളെ ചൊല്ലി പ്രസവ വേദനപ്പെടുകയാണ്. കണ്ട, അപ്പോൾ ക്രിസ്തു എവിടെ ഉരുവാകണം? നിങ്ങളിൽ ഉരുവാകണം. അത് ഉരുവാകുന്നത് എവിടെയാണ്? വചനത്തിലൂടെയാണ്. കേട്ടോ, നമ്മളെല്ലാം ലോകപ്രകാരമായ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ കടന്നപ്പോൾ ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നു. ആ വചനം നമ്മളെ വീണ്ടും ജനിപ്പിച്ചു, ഇല്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ. അപ്പൊ മക്കളായി ജനിക്കുമ്പോൾ എങ്ങനെയാണ് ആദ്യം വരുന്നത്? ശിശുത്വത്തിൽ തന്നെയാണ്. ശിശുത്വത്തിൽ ചില വീഴ്ചകള്, ഓടുക, നടക്കുക, നമ്മൾ അക്ഷരികമായുള്ള ശിശുത്വത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നുണ്ട്. എന്നാൽ അവിടെ മാത്രം നിൽക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല.
കർത്താവിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശപ്രകാരം പറയുന്നത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും അവന്റെ പ്രായത്തിന്റെ സമ്പൂർണമായ അളവ് പ്രാപിക്കുവോളം നമ്മൾ ഓരോ ദിവസവും നമ്മൾ വളരേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ബാല്യകാലങ്ങളിൽ, ചെറുപ്പകാലങ്ങളിൽ, ശിശുവായിരിക്കുന്ന കാലങ്ങളിൽ, പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പത്രോസിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, 2 വാക്യത്തിൽ വായിക്കുമ്പോൾ, അത് നാം എല്ലാം എന്ത് ചെയ്തിരിക്കുന്നതാണ്? വളരുവാൻ. ഇപ്പോൾ വളരുവാൻ. എവിടേക്ക് വളരാനാണ് ഈ പറയുന്നത് പൗലോസ്? ഈ പുറമേയുള്ള വളർച്ചയല്ല. പുറമേയുള്ള വളർച്ച നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. അതിന് മുട്ട വേണം, അതിന് പാല് വേണം, അതിന് ഹാംബർഗർ വേണം, അല്ലെങ്കിൽ അതിന് ഹോട്ട് ഡോഗ് വേണം, അല്ലെങ്കിൽ ബർഗർ വേണം. അതൊക്കെ ഇവിടുത്തെ ലാംഗ്വേജിന്റെ ആണോ? ചിക്കൻ ഫ്രൈ വേണം, കെൻഡക്കി വേണം, KFC വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് വളരാൻ. വേണ്ടേ? കഴിക്കാതെ വളരുമോ? ഇത് കഴിഞ്ഞോ ഇല്ല? പാല് വേണ്ടായോ? ഇത്രയും വർഷക്കാലത്തിൻ്റെ എത്രയോ ഗ്യാരൻ പാല് കുടിച്ചു കാണും നമ്മൾ, അല്ലേ? ഇത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് എന്താണ്? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വചനത്തിനകത്ത് നമ്മൾ വായിപ്പാൻ ഇടയായിരിക്കുന്ന വിലപ്പെട്ട സത്യം. അതിലേക്കാണ് നമ്മൾ അല്പമായിട്ട് ഒന്നുകൂടെ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ്, അല്ലെങ്കിൽ അതിന് വേറൊരു വാക്യം നമ്മുടെ വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം കൂടെ നമുക്ക് അതിനു വേണ്ടി ഒന്ന് വായിക്കാം. അച്ഛനൊന്ന് വായിച്ചോ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം താഴെയുള്ള വാക്യം വായിച്ചു. തന്നെ നിൽക്കണേ. ഇവിടെ പിതാവായ ദൈവത്തിന്റെ ഒരു വിലപ്പെട്ട ജ്ഞാനം മറഞ്ഞു കിടക്കുന്ന നമുക്ക് അതിനിടയായിത്തീരുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ മുന്നറിഞ്ഞവര് വിളിച്ചും വിളിച്ചവര് നീതീകരിച്ചും നീതീകരിച്ചവരെ. ആ വാക്യം ഒന്ന് വായിച്ചു സിസ്റ്ററെ. 29. തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പോൾ ദൈവം മുന്നറിഞ്ഞത് എന്താണ്? ദൈവം മുന്നറിഞ്ഞത് അത് ആ വാക്യത്തിനകത്ത് തന്നെ ഇങ്ങനെ കിടപ്പുണ്ട്. എന്താണ് ദൈവം അറിഞ്ഞത്? നാം എല്ലാവരും അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. ആ പ്രത്യേക പദം കാണുന്നുണ്ട്, കണ്ട? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നറിഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ മുന്നറിവിന്റെ കാര്യത്തിന്റെ അത് വലുത് നോക്കുമ്പോൾ, ദൈവത്തിനൊരു പുത്രനുണ്ട്. ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്നുള്ളതാണ് ദൈവത്തിന്റെ മുന്നറിവിന്റെ ആകത്തുക. അത് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ 4:12 നമ്മൾ വായിക്കാനിടയായിത്തീരുന്നത്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ആ സമ്പൂർണമായ പ്രായത്തിന്റെ അളവോളം പക്വത പ്രാപിച്ച് തികഞ്ഞ പുരുഷനായി വളരണം എന്നുള്ള ആ ചിന്തയാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? കർത്താവ് വിളിച്ചേറടിയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ വിളിയുടെ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് അവർ ഡെസ്റ്റിനേഷൻ? വിളിച്ചവന്റെ ആ ഉദ്ദേശം എന്താണ്? വിളിച്ചപ്പോൾ എന്താണ്? ഇതിനു വേണ്ടിയാണ് പിതാവായ ദൈവം വിളിക്കാൻ ഇടയായി തീർന്ന, അല്ലെങ്കിൽ അറിഞ്ഞത് ആരെയാണ്? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി
അനുരൂപരാകുവാനാണ് അവൻ മുൻ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വചനത്തോടുള്ള ബന്ധത്തിൽ അത് നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനകത്ത് വളരണമെന്നുള്ളതാണ്. അതിനുവേണ്ടി വളർച്ച പ്രാപിക്കേണ്ടതിനു വേണ്ടി ബാലിശമായിരിക്കുന്ന ശിശുത്വത്തിന്റെ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ട് പക്വതയുടെയും പുരുഷത്വത്തിന്റെയും ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവിന്റെ സമ്പൂർണത പ്രാപിക്കുവോളം, സമ്പൂർണത പ്രാപിക്കുവോളം നമ്മളെ വളർത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ നിൽക്കുകയാണ്. ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ 25 വർഷമെന്നോ ഞാൻ കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ അകത്തെ മനുഷ്യന് 30 വർഷമായെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അത് അക്ഷരികമായ പുറമേയുള്ള മനുഷ്യന്റെ വളർച്ചയാണ്. എന്നാൽ അകമയുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ, മുമ്പേയുള്ള നടപ്പ്, ഇപ്പോഴുള്ള നടപ്പ്, വിളിയാലുള്ളതായ നിങ്ങളെ കുറിച്ചുള്ള ആശ, അല്ലെങ്കിൽ മുന്നറിഞ്ഞു. എന്താണ് മുന്നറിഞ്ഞത്? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മളെ മുന്നറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ചോദ്യം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളെല്ലാവരും കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞില്ലേ? 25 വർഷം. എനിക്ക് തോന്നുന്നു പ്രിയ അപ്പച്ചനെ തലമുടിയൊക്കെ നരച്ചു, എൻ്റെ തലമുടി നരച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രായത്തിന്റെ വരി നോക്കുമ്പോൾ ഞങ്ങളെ വിശ്വാസത്തിലായിട്ട് ഇപ്പോൾ ഏതാണ്ട് 40-45 പരം വർഷങ്ങളായി. അപ്പോൾ ഇന്ന് ഞാൻ എന്നെ ശോധന ചെയ്യുകയാണ്. അതെന്റെ പുറമെയുള്ള മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ എൻ്റെ അകത്ത് രൂപപ്പെട്ട ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒരു എക്സ്റേ എടുത്ത് കാണിക്കാൻ ഒക്കുമായിരുന്നെങ്കിൽ എൻ്റെ അകത്ത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അകത്തെ മനുഷ്യന്റെ ഒരു പിക്ചർ നമ്മൾ ഇന്ന് കാണുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ, അത് ശരിയാണ്, വളരെ സത്യമാണ്. ജീവിതയാത്രക്കിടയ്ക്ക് 25 വർഷം, 35 വർഷം, 15 വർഷം, 8 വർഷം, 6 വർഷം ഒക്കെ കഴിഞ്ഞു. ഈ അകത്തെ മനുഷ്യന്റെ അനുഭവം എങ്ങനെയായിരിക്കുകയാണ്? ഇപ്പോഴും പൗലോസ് ചോദിച്ചിട്ട് പറയുന്ന, എബ്രായ ലേഖനങ്ങളുടെ വിശുദ്ധന്മാരോട് ചോദിച്ചിട്ട് പറയുകയാണ്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകാനുള്ള പ്രായമായി, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആരല്ല, കട്ടിയുള്ള ആഹാരം കഴിക്കുവാനുള്ളതായ ഇപ്പോഴും നിങ്ങൾക്ക് പാലാണ് വേണ്ടത്. കണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർക്ക് എന്താണ്? അവരിപ്പോഴും ശിശുത്വത്തിൽ നിൽക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ചർച്ചസുകളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ചർച്ചസിനകത്ത് നിൽക്കുന്ന ഒരുപാട് ഡയപ്പർ ബേബീസിനെ നമുക്ക് കാണാനിടയായിത്തീരും. ഡയപ്പർ ബേബീസ് ഇവിടെ പറയുന്ന മകൻ ഡയപ്പർ ബേബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരിന്ന് ഒരുപാട് സഭകൾ ഇന്ന് ഡയപ്പർ ബേബികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം വചനം കേൾക്കാത്തതല്ല, അറിയാത്തതല്ല, ഈ വചനം അവന്റെ ആത്മാവിൽ ദഹിച്ചിട്ട് ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സമ്പൂർണതയുടെ അളവിലൂടെന്നും വളർന്നു വരാതിരിക്കുന്നത് കൊണ്ട് അവരിപ്പോഴും ബാല്യത്തിൽ കഴിയുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഈ വളർച്ച ഒരു സഭയോ സംഘടന ബന്ധത്തിൽ മാത്രം നമ്മൾ അതിനെ ഒതുക്കി നിർത്തണ്ട. ഇത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന വിലപ്പെട്ട സത്യമാണ്. തിരിഞ്ഞു നോക്കാം, നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ച് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ അകത്തെ മനുഷ്യനിൽ ഉണ്ടാകേണ്ടുന്നതായ ആ ജീവിതത്തിന്റെ വൈശിഷ്ട്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോടുള്ള വളർച്ചയിൽ, ആ കമ്പാരിസണിനകത്ത് ഞാൻ എവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾക്കൊന്ന് സ്വയശോധനയിലേക്ക് ഇറങ്ങി വരാം. അതിനുവേണ്ടി ഞാൻ 2-3 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ കൂടി എടുക്കുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മൾ കേട്ട ആ വിഷയം നമുക്ക് മറന്നു പോകണ്ട. അതെന്താണ്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയിലും, ആ പൂർണ്ണതയുടെ ബന്ധത്തിൽ ഉണ്ടാകുന്ന സമ്പൂർണമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കണം നമ്മൾ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും കേൾക്കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, വളർന്നിട്ടില്ല, അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ചിട്ടില്ല, ഇപ്പോഴും ശിശുവാണ്. ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നമുക്കിതിന് പ്രശ്നത്തിന്റെ റൂട്ട് കോസ് നമുക്ക് കണ്ടെത്തണം. അത് കണ്ടെത്തണമെങ്കിൽ ആ വളർച്ചയുടെ ആദ്യത്തെ പടികളിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് കടന്നു പോകണം. അതിനുവേണ്ടി നമുക്ക് വായിക്കാൻ വേണ്ടിയുള്ളതായ വാക്യം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് തുടങ്ങാം.
ഇപ്പൊ ഒന്ന് വായിച്ചോ വേണമെങ്കിൽ റോമാലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് വി ഹാവ് പീസ് വിത്ത് ഗോഡ്. അതൊന്ന് വായിച്ചോ, ആരെങ്കിലും ഒരാൾ വായിച്ചോ. അതാണ് ആദ്യത്തെ പറയുന്ന വാക്യം തന്നെ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ പ്രധാനപ്പെട്ട വാക്യം നമ്മൾ പലപ്പോഴും വിട്ടുപോവുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുന്നതിന് മുൻപ് 1, 2, 3, 4 അധ്യായങ്ങളിൽ നടന്നതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതെന്താണ്? ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഹല്ലേലൂയ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് we have peace with God. നമ്മൾക്കിപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം 1, 2, 3, 4 അധ്യായത്തിന് വിഷയങ്ങൾ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വരെയും നമ്മൾ കാണുന്നത് ഈ ലോകത്തെ ദൈവം അതിന്റെ വചനത്തിന്റെ ആ രഹസ്യ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. അത് യഹൂദനെന്നില്ല യവനനെന്നില്ല. കണ്ട, യഹൂദനെന്നില്ല യവനനെന്നില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഇത് സ്വർഗീയ കോടതിയുടെ വിധിയാണ്. ദൈവം പ്രമാണം കൊടുത്ത് യഹൂദനും പ്രമാണമില്ലാത്ത ജാതിയും ഒരുപോലെ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. യഹൂദനെന്നില്ല യവനനെന്നില്ല. അല്ലെങ്കിൽ ദൈവം പ്രമാണം കൊടുത്ത യഹൂദനും കുഴപ്പത്തിലാണ്. പ്രമാണം ഇല്ലാഞ്ഞിട്ടല്ല, പ്രമാണം അറിയാഞ്ഞിട്ടുമല്ല, ഈ പ്രമാണം ചെയ്യുവാൻ നിവർത്തിക്കുവാൻ അവന്റെ ജഡീകത്തിനകത്ത് ശക്തിയില്ല. അതുകൊണ്ട് അവൻ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഇരിക്കുന്നത്? നമ്മൾ പഴനിമത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ മുടിയനായ പുത്രനെ കുറിച്ച് നമ്മൾ കാണാൻ അവർ രണ്ടുപേരും ഉണ്ട്. ജ്യേഷ്ഠൻ വീടിനകത്ത് താമസിക്കുന്നവനാണ്. അപ്പനെ കുറിച്ചുള്ള എല്ലാവിധമാകുന്ന അറിവുകളും ഉള്ള വീട്ടിൽ താമസിക്കുന്ന മകൻ. എന്നാൽ വേറൊരു മകനുണ്ട്. ആ മകൻ അവന്റെ അവകാശം മുഴുവനും മേടിച്ച് അവൻ ദൂരയാത്ര ചെയ്തവനാണ്. അവകാശം മുഴുവനും മേടിച്ച് ദൂരയാത്ര ചെയ്തിരിക്കുന്ന ആ മനുഷ്യൻ വീടിനകത്ത് താമസിക്കുന്നതായ തന്റെ മകനെ, അവര് രണ്ടുപേരെയും കൂടെ നമ്മൾ ഉൾക്കൊടുത്തി നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതായ ആ ആത്മീക സത്യത്തിലേക്ക് നമ്മുടെ വിരൽ ചൂണ്ടുവാനിടയായിത്തീരും. ഒന്ന്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സില്ലാത്തവരായി മാറിപ്പോയി. ആരുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആരുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് 2 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ മുഴു ലോകത്തെയും തിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചത്. അതെന്താണ്? ജ്യേഷ്ഠ സഹോദരനും അവൻ വീട്ടിൽ താമസിക്കുന്നവനാണ്. അനിയൻ അവൻ സകലതും നഷ്ടപ്പെടുത്തി ദൂരയാത്ര ചെയ്തിരിക്കുന്നവനാണ്. അത് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നതായ ആ വിഷയത്തിന്റെ അതിന്റെ ഒരു ആകത്തുകയാണ്. അതിൽ മുഴു ലോകത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന, എന്നാൽ ഈ മുഴു ലോകത്തിനും സംഭവിച്ചിരിക്കുന്ന വിലപ്പെട്ട വിഷയം 1, 2, 3 അധ്യായങ്ങളിൽ പറഞ്ഞ് 4ലേക്ക് വരുമ്പോൾ അബ്രഹാമിനെയും കൊണ്ടുവന്ന് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അത് ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് വി ഹാവ് പീസ് വിത്ത് ഗോഡ്. നമുക്കിപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നീതീകരണം എന്ന് പറയുന്നത്, നീതീകരണം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. കണ്ട, അപ്പം റോമാലേഖനം 3-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജനവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ലല്ലോ. സ്പഷ്ടം. അപ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം, കണ്ട, അപ്പോൾ പ്രമാണം അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ, അതനുസരിച്ച് വളരുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് സത്യം. അതുകൊണ്ട് ഒരു കൺക്ലൂഷൻ നമ്മൾ കാണാനിടയായിത്തീരുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും
ഒരുപോലെ പാപത്തിന്റെ കീഴിൽ കിടക്കുകയാണ്. അപ്പോൾ പാപത്തിന്റെ കീഴിലായിരിക്കുന്ന മനുഷ്യനെയുള്ള വീണ്ടെടുപ്പിന്റെ പദ്ധതിയും കൂടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കാണാനിടയായിത്തീരുന്നുണ്ട്. അത് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലൊക്കെ വായിക്കുവാനും നമ്മൾക്ക് അങ്ങനെ കാണാനിടയായിത്തീരുന്നുണ്ട്. എന്താണ്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ശിക്ഷാവിധി. There is therefore no condemnation to them that are in Christ. അപ്പോൾ 5-ാം അധ്യായത്തിന് 1 നമ്മൾ വായിച്ചത് അത് നാം എല്ലാവരും അല്ല, അത് 5-1 being justified by faith, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, വിശ്വാസത്താലുള്ള നീതീകരണമാണ് നമ്മൾ ലഭിച്ചിരിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലുള്ള പ്രവൃത്തിയിലേക്ക് പഴയ നിയമത്തിലെ നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ചെയ്യുന്നവനല്ല, അത് ചെയ്യണമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കടന്നു വന്നിരിക്കുന്ന വിലപ്പെട്ട ശ്രേഷ്ഠം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യായപ്രമാണത്തിന് പറഞ്ഞത് ചെയ്യാൻ കഴിയാതെ വണ്ണം അതിനെ സാധിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതിയാണ് വീണ്ടെടുപ്പിന്റെ പദ്ധതി. അത് തന്റെ പുത്രനിലൂടെയാണ് ഒരുക്കിയത്. അതിനുവേണ്ടി തന്റെ പുത്രൻ ഈ ലോകത്തിൽ വന്ന് ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് when the fullness of time come, God sent his son, born of a woman, born under the law. ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി ദൈവം നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങുകയും നാം പുത്രത്വം പ്രാപിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക എന്താണ്? ഒരു പുത്രത്വത്തിലൂടെയാണ് ഇത് ആരംഭിച്ചു വരുന്നത്. ആ പുത്രനാകുക എന്നുള്ള പദവിയിലേക്കാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ എടുത്തുയർത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം എന്താണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അത് നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും. അപ്പോൾ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിനകത്ത് നിന്ന് അത് ചെയ്തുള്ള നീതീകരണത്തിന് വേണ്ടി മനുഷ്യൻ പരിശ്രമിച്ച് തകർന്നു നിൽക്കുന്ന അവസരത്തിൽ ദൈവം പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കേണ്ടതിനു വേണ്ടി ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ആ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഏത് ജഡത്തിൽ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യെശയ്യാ പ്രവചനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ 53-ാം അധ്യായത്തിനകത്ത് എന്താണ് വായിച്ചു? ഹൂ ഹാസ് ബിലീവ്ഡ് ദ റിപ്പോർട്ട് ഓഫ് ദ ലോർഡ്. ദൈവം പറഞ്ഞത് ആരാണ് വിശ്വസിച്ചിരിക്കുന്നത്? നാം വിചാരിച്ചത് എന്താണ്? എന്താണ് വിചാരിച്ചത്? അവനെ ദണ്ഡിപ്പിച്ചും അടിപ്പിച്ചും ഇരിക്കുന്നെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കാര്യത്തിന്റെ ഗതി അങ്ങനെയല്ല. എന്താണ്? He was pierced for our transgression. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവൻ മുറിവേറ്റത്. നമ്മുടെ അകൃത്യം നിമിത്തം ശിക്ഷിക്കപ്പെട്ടു എന്നാണ് വചനത്തിൽ നമുക്ക് കാണാനിടയായിത്തീരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്താണ്? പഴയ നിയമത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അല്പം കൂടെ നമ്മളൊന്ന് കാണിക്കുമ്പോൾ, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കണം ദൈവത്തിന്. ആ ദൈവത്തിന്റെ നീതിക്ക് വ്യത്യാസം വരുത്താൻ ഒക്കത്തില്ലല്ലോ. ആ നീതി നിവർത്തിച്ച് ക്രിസ്തുവിലൂടെ ദൈവം നേടിത്തന്ന ആ സൗജന്യ നീതി ഉണ്ടല്ലോ, ദൈവം ലോകത്തിന് സൗജന്യമായി കൊടുക്കുവാനിടയായിത്തീരുന്നു. അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാനിടയായിത്തീരുന്നത്. എന്താണ്? ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടേണ്ടതിന്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? കർത്താവ് ആ പ്രവൃത്തി മുഴുവൻ ചെയ്തു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം കണ്ടോ, പിതാവായ ദൈവത്തിന്റെ മടിയിൽ പ്രമോദിച്ചു കൊണ്ടിരുന്നതായ തന്റെ ഓമന കുമാരനെ, ഹല്ലേലൂയ, തന്റെ പ്രിയപുത്രനെ ദൈവം കാലത്തിന്റെ സമ്പൂർണതയിൽ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വണ്ണം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം നാൾക്കുനാൾ വളർന്നു വരേണം. അത് ബാല്യം വിട്ടതിനു ശേഷം, ശിശുത്വം ഉപേക്ഷിച്ചതിനു ശേഷം ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിലാണ് ഇന്ന് ദൈവത്തിന്റെ സഭ
അതാണ് സഭയുടെ ദൗത്യം എന്ന് നമുക്ക് കാണുവാനിടയായി തീരുന്നുണ്ട്. അങ്ങനെ ആ ഒരു വാക്യത്തിനകത്ത് ആ വാക്യം ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടോ എന്നുള്ള പദം അത് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല, കാരണം നമ്മൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വന്നിരിക്കുന്ന, വിശ്വാസത്തിൽ വളരെ പക്വത പ്രാപിച്ചിരിക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് വിട്ടുപോകുന്ന ഒരു വിലപ്പെട്ട ഒരു സത്യമുണ്ട്. ആ സത്യത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. അത് കിടക്കുന്നത് റോമാലേഖനം 6-ാം അധ്യായത്തിലാണ്. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? പാപമാണ് പ്രശ്നം. ഈ പാപത്തിനകത്തുനിന്ന് എന്നെ, ഈ പാപത്തിന് അധീനമായ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണെന്ന് രക്ഷിക്കുന്നത്? ഏതാണ്? റോമാലേഖനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്ന വാക്യത്തിന്റെ അനുഭവം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഹൂ വിൽ ഡെലിവർ മീ? ആരെന്നെ രക്ഷിക്കും? പാപത്തിനും മരണത്തിനും അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്നും എന്നെ ആരാണെന്ന് രക്ഷിക്കുന്നുള്ള നിലവിളിക്ക് ഉത്തരമായിട്ടാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നത്, അല്ലേ? അപ്പോൾ അവന്റെ പ്രായത്തിന്റെ സമ്പൂർണതയുടെ പക്വത പ്രാപിക്കണമെന്നാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അത് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ചിലരെ അപ്പസ്തോലന്മാര്, ചിലരെ പ്രവാചകന്മാര്, ചിലരെ സുവിശേഷകന്മാര്, ചിലരെ ഇടയന്മാര്, ഉപദേശകന്മാരാക്കി ദൈവം സഭയ്ക്ക് ദാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കരങ്ങളിലാണ് അതിന്റെ മിസ്റ്ററി ഇരിക്കുന്നത്. ഇവരിലൂടെയാണ് ദൈവം നമ്മളെ പണിതെടുക്കുവാൻ ഇടയായിത്തീരുന്നത്. ഈ വളർച്ചയിൽ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സമ്പൂർണമായ അളവ് പ്രാപിക്കുവോളം, ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സമ്പൂർണമായ പുരുഷത്വം പ്രാപിക്കുവോളം ദൈവം എത്തിച്ചേരണമെന്ന് നമ്മളെ അതിനെ ഉത്തേജിപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിന്റെ 1-ാമത്തെ ഭാഗം ശിശുവായിട്ട് ജനിക്കുന്നു, പിന്നെ നമ്മൾ വളരുന്നു, പിന്നെ ആ വളർച്ച കണ്ടിന്യൂ ചെയ്യുന്നു. അവസാനം നിന്നെ നിർമ്മിച്ച, നിന്നെ ഉണ്ടാക്കിയ നിന്റെ സൃഷ്ടിതാവിന്റെ അതേ രൂപമായിട്ട് നീ രൂപാന്തരപ്പെട്ടു വരണം. ആ രൂപാന്തരത്തിനകത്ത് സംഭവിക്കുന്ന ചില വിഷയങ്ങളാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ ചിന്തിക്കാൻ ഇടയായിത്തീരുന്നത്. അത് നമ്മൾ വായിക്കണമെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. എന്നാലും അതിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് അതൊന്ന് വായിക്കാമോ? റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം തൊട്ട് മതി. ഒന്നോട്ട് വായിക്കുന്നതാണ് നല്ലത്. എന്നാലും പോട്ടെ, ആ സമയത്തിന്റെ പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് അത്രയും പോകുന്നില്ല. ഒന്നോട്ടൊന്ന് വായിച്ചു. ഒരു 4 തൊട്ട് വായിച്ചു, 4, 5, 6 വായിച്ചു. യെസ്. യെസ്. അതായത് നാമം എന്നുള്ളൊരു പ്രത്യേക പദപ്രയോഗം നമ്മൾ കാണാനിടയായി തീരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയാണ്, പൗലോസ് പറയാണ് 6-ാം അധ്യായത്തിൽ കടന്നു പോകും, പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവരായ നാം, പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ ആ വാക്യം തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 1 തൊട്ടുള്ള താഴെയുള്ള 5-ാം അധ്യായത്തിന് അവസാനം വായിച്ചാലേ നമുക്കത് പിടികിട്ടത്തുള്ളൂ. അവിടെ ഉത്തരമായിട്ടാണ് ഒന്നിന് മാറി പൗലോസിന്റെ ആ ലേഖനത്തിന്റെ ആ ഘടനകളൊക്കെ നമുക്ക് എത്ര വൈശിഷ്ട്യം. പൗലോസ് തന്നെ ചോദ്യം ചോദിക്കുന്നു, പൗലോസ് തന്നെ ആർഗ്യൂ ചെയ്യുന്നു, ഒരു വക്കീലിനെ പോലെ ആർഗ്യൂ ചെയ്യുന്നു. എന്നിട്ട് പൗലോസ് തന്നെ അതിന്റെ ഉത്തരം പറയുന്നു. എത്ര മനോഹരമായിരുന്നു. ഈ റോമാലേഖനം ഒന്ന് വായിച്ചില്ലെങ്കിൽ, അത് പഠിച്ചില്ലെങ്കിൽ, അതൊന്ന് ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തു ജീവിതത്തിനകത്ത് നമ്മൾ വളരാൻ ഭയങ്കര പാടായിരിക്കും. എന്നാൽ ഈ നമ്മൾ വായിച്ചതായ വാക്യത്തിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, അത് നാം എന്താണ്? നാം, ഞാനെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നാം. അപ്പൊ അതിനകത്ത് മുഴുവൻ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സിംഗുലർ ഫോമിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നാം പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവരാണെന്നും പിന്നെ കണ്ടോ, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം, അല്ല ആ ജീവന്റെ അപ്പൊ ഇവിടെ നമുക്ക് ജീവിതത്തിന്റെ 2 വൈവിധ്യങ്ങൾ നമുക്കിവിടെ കാണുന്നത്. ഒന്ന്, പാപസംബന്ധമായി മരിച്ചവരെന്ന് നാം നമ്മളെ തന്നെ എണ്ണുവീൻ. അവനൊരു പ്രത്യേക പദപ്രയോഗം കൊടുത്തിട്ടുണ്ട്. പാപസംബന്ധമായി മരിച്ചവരായിരിക്കുന്ന നിങ്ങൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പൗലോസ് ഭയങ്കര ശക്തിയോട് നമ്മോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന പോലെ നമ്മൾ അതങ്ങ് എടുക്കണം കേട്ടോ. എന്നോട് തന്നെ ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കാം, നീയേ
10 വർഷമായി, 20 വർഷമായി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ദൈവത്തിന്റെ തേജസ് അല്ലെ നീതിയാലുള്ള വിശ്വാസത്താൽ നീതി നീ സ്വീകരിച്ചു. നീ ശിശുത്വം വിട്ടു, പാലൊക്കെ വിട്ട് കട്ടിയുള്ള ആഹാരം കഴിച്ച് വളർന്നു വരണമെന്നുള്ള ദൈവത്തിന്റെ ആലോചനയുടെ ബന്ധത്തിൽ നീ എവിടെ ആയിരിക്കുന്നു എന്നുള്ള പൗലോസിന്റെ ആ ശാസനയോടുകൂടി ആ ചോദ്യം നമ്മൾ അതിന്റെ നിലയിൽ നമ്മൾ എടുക്കണ്ടേ? അതുകൊണ്ട് പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. സിസ്റ്റർ, ആ വാക്കുകളൊന്ന് വായിച്ചു. അതുകൊണ്ട്